ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ അശ്വതി സ്ട്രീം വിത്ത് നിധി. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ പോകുന്നതെന്ന്, എന്താണ് പറയാനായിട്ട് വന്നിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഗാർഡനിങ് വീഡിയോ ആയിരിക്കും എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഗാർഡനിങ് വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ഏറ്റവും ഇൻഡോർ പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ് ലവേഴ്സ് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു പ്ലാന്റ്, വളരെ ഈസി ടു മെയിൻറ്റെയിൻ, ഈസി ടു കെയർ എന്നൊക്കെ പറയാവുന്നൊരു പ്ലാന്റാണ് നമ്മുടെ CC പ്ലാന്റ്. ആ CC പ്ലാന്റിനെ കുറിച്ചുള്ള അതിൻ്റെ കെയറും അതിൻ്റെ പോട്ടിങ്ങും അതിൻ്റെ എന്താണ് ഫെർട്ടിലൈസർ എന്നതിനെയൊക്കെ കുറിച്ചുള്ള എൻ്റെ ഒരു അറിവാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ? ഈ പ്ലാന്റാണ് എൻ്റെ മദർ പ്ലാന്റ്. ഇത് ഞാനൊരു 4 വർഷം മുന്നേ നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് വലുതായിട്ടുണ്ട്. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പറയാനായിട്ട് പോകുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റിപ്പോർട്ടിംഗ് ആണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നമ്മുടെ CC പ്ലാന്റ് അല്ല, നമ്മുടെ ഏതൊരു ഇൻഡോർ പ്ലാന്റ് ആണെങ്കിലും നമ്മളൊരു വർഷത്തിൽ ഒരു തവണയെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നത് പ്ലാന്റിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രോത്തിന് വളരെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പ്ലാന്റ് വളരെ ഫ്രഷായിട്ട് ഹെൽത്തി ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കണ്ടീഷനിൽ വളർന്നു വരുന്നതിന് വർഷം തോറുള്ളൊരു റിപ്പോർട്ടിങ് സഹായിക്കും. അതുമാത്രമല്ല, പ്ലാന്റിൻ്റെ വളർച്ച അനുസരിച്ച് നമ്മൾ അതിൻ്റെ പോട്ടൊന്ന് മാറ്റി കൊടുക്കണം. കുഞ്ഞായിരിക്കുമ്പോൾ ഇരിക്കുന്ന പോട്ടിൽ പിന്നെ അതിനെ കുറേ നാൾ നമ്മൾ അതിനെ വളർത്താനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ പ്ലാന്റ് അങ്ങ് തീരെ അങ്ങ് ഇടുങ്ങി അതിന് വളരാനായിട്ട് കൂടുതൽ വേരുകളൊന്നും വരാനൊന്നും പറ്റാണ്ട് അങ്ങ് കൺജസ്റ്റഡ് ആയിപ്പോവും ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്ലാന്റ് ഏതാണെങ്കിലും അതിനിടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ നമുക്ക് ആ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഞാൻ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് എന്താണെന്ന് കണ്ടിട്ടൊന്ന് വരാമേ. അപ്പോൾ CC പ്ലാന്റിൻ്റെ പോട്ടി മിക്സാണ് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഞാനിവിടെ മണലും നമ്മുടെ ഗാർഡൻ സോയിലും കൂടെ മിക്സ് ചെയ്തൊരു പോട്ടി മിക്സാണിത്. അത് ഇതിലോട്ട് ഇടുവാണ്. ഒരു പ്ലാന്റ് ഒരു ചട്ടിയിലത്തേക്ക് ആവശ്യമുള്ളതാണ് ഞാൻ എടുക്കുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് നടാനുള്ള പോട്ടിംഗ് മിക്സാണ്. പിന്നീട് ഈ ഒരളവിന് വെർമി കമ്പോസ്റ്റ് എടുക്കുകയാണ്. ഇതിൽ കുറച്ച് പെർലൈറ്റും കൂടെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. വെർമി കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലൊരു സൂപ്പർ വളമാണിത്. ഇത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഈ ഒരു രീതിയിൽ അറിയാവുന്നത് അറിയില്ല എനിക്ക്. ഇത് നമുക്കൊക്കെ വളരെ ഈ ഗാർഡനിങ് അറിയാവുന്ന എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു വളമാണിത്. നമ്മുടെ കടലപ്പിണ്ണാക്കാണ്. ഞാനിത് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പൊടിച്ചെടുത്തത് പെട്ടെന്ന് ഈ പ്ലാന്റിൻ്റെ ഈ ഒരു നമ്മുടെ പോട്ടി മിക്സിൽ ഇതൊന്ന് മിക്സ് ചെയ്യുന്നതിനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. നമ്മുടെ CC പ്ലാന്റിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നമ്മുടെ ഈ കടലപ്പിണ്ണാക്കെന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഉള്ള ന്യൂട്രിയൻസ് നമ്മുടെ പ്ലാന്റ്സിന് തഴച്ച് വളരുന്നതിനും ഒരുപാട് തൈകൾ ഉണ്ടാകുന്നതിനുമൊക്കെ സഹായിക്കും. ഒരുപാട് പുതിയ പുതിയ ലീവ്സ് ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്നതിനായിട്ടൊക്കെ പ്ലാന്റ് വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. അപ്പോൾ അത് കുറച്ച് കടലപ്പിണ്ണാക്ക് ഞാനിവിടെ 2 പിടി അളവിനെ ചേർക്കുന്നുള്ളൂ, ഒരുപാട് വേണ്ട. പിന്നീട് നമുക്ക് ഇത് നമുക്ക് ഉള്ള വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് 1 പിടി മാത്രം ചേർത്താൽ മതി. ഈ കീടശല്യമൊക്കെ ഒഴിവാക്കുന്നതിനും ഈ മണ്ണിൻ്റെ അസിഡിറ്റിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വേപ്പിൻ പിണ്ണാക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചേർക്കാനായിട്ടുണ്ട്. നമ്മുടെ ഡോളോമൈറ്റ് ഈ ഒരു സ്പൂണിന് ഒരു 2 സ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അതിപ്പോൾ ഇച്ചിരി കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല, അമിതമാവേണ്ട. മണ്ണിൻ്റെ അസിഡിറ്റിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇൻഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് നമ്മുടെ പോട്ടി മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം മറക്കണ്ട, ഗാർഡൻ സോയിൽ, എല്ലുപൊടി ഇതിൽ ചേർത്തിട്ടില്ല. ഗാർഡൻ സോയിൽ, മണലും കൂടെ ആഡ് ചെയ്ത ഗാർഡൻ സോയിലാണ് ഞാൻ ആദ്യം ചേർത്തത്. അതിലേക്ക് വെർമി കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, കുറച്ച് ഡോളോമൈറ്റ് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും. അതല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊന്ന് കുറച്ച് സീഡോമോണാസ് ലൈനി നമ്മുടെ ചട്ടിയിൽ, ഈ പ്ലാന്റ് വയ്ക്കുന്ന ഇൻഡോറായിട്ട് വയ്ക്കുന്ന ചട്ടിയിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. ഈ ഒരു മിക്സിലാണ് പോട്ടി മിക്സിലാണ് ഞാനെൻ്റെ പ്ലാന്റ് നടാനായിട്ട് പോകുന്നത്. വളരെ നല്ലൊരു പോട്ടി മിക്സ് തന്നെയാണിത്.
ഈ ഒരു പോട്ടിലാണ് ഞാനെൻ്റെ CC പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നന്നായിട്ട് ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. വായുസഞ്ചാരമൊക്കെ ഉറപ്പുവരുത്തുന്നതിനാണ്. വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്നതിന് മാത്രമല്ല, നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് വെള്ളം ചട്ടിയിൽ തങ്ങി നിൽക്കാണ്ട് വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഹോളൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹോളൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ചകിരി പീസുകളാണ് വെക്കുന്നത്. ചകിരി പീസ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം വാർന്നു പോകുന്നതിനോടൊപ്പം ഇതിൻ്റെ പോട്ടി മിക്സും മണ്ണും കൂടെയും ഒലിച്ചു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചകിരി പീസ് വയ്ക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മണ്ണ് കുറച്ചിട്ട് കൊടുക്കാവുന്നതാണ്. മണ്ണ് കുറച്ചിട്ട് കൊടുത്തിട്ട് അല്പം മണ്ണ് മാത്രം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനെൻ്റെ പ്ലാന്റ് ഇതിലേക്ക് എടുത്ത് വയ്ക്കണം. ഒരു കാൽഭാഗം, നമ്മുടെ ചട്ടീൻ്റെ ഒരു കാൽഭാഗത്ത് മാത്രം മണ്ണിട്ടിട്ട്, നേരത്തെ ഉള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള എൻ്റെ ഒരു മദർ പ്ലാന്റാണിത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏകദേശം ഒരു 4 വർഷത്തോളം പഴക്കമുള്ളൊരു പ്ലാന്റാണ്. ഇതിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് നട്ടൊക്കെ നോക്കിയിട്ടുണ്ട്. അതൊക്കെ പറയാമേ. അപ്പോൾ ഇതൊന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഉണ്ടോ, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. നിറച്ച് വേരൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പം കുറച്ച് മണ്ണ് ഞാൻ ഇതിൽ നിന്ന് ഇളക്കി മാറ്റുകയാണ്, വേര് പോവാണ്ട്. ഇതങ്ങ് വളരെ ബുദ്ധിമുട്ടി തിങ്ങി നിറഞ്ഞ് നിൽക്കുമായിരുന്നു. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണിത്. അപ്പം ഞാനിതിലോട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇച്ചിരി വിസ്താരമുള്ളൊരു ചട്ടിയാണിത്. നമ്മൾ ഏതൊരു ഇൻഡോർ പ്ലാന്റ് ആണെങ്കിലും ഇടയ്ക്കിടയ്ക്കൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പ്ലാന്റിൻ്റെ ഈ വളം ഫുള്ളൊന്ന് മാറുന്നതിന് മാത്രമല്ല, പ്ലാന്റ് വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നതിന് വളരെ സഹായിക്കും. ഞാനിതിലേക്ക് മണ്ണൊന്ന് ഫില്ല് ചെയ്യുകയാണ്. ഞാൻ ഈ ഒരു പ്ലാന്റ് റിപ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മറക്കണ്ട, നമ്മുടെ CC പ്ലാന്റ് അല്ല, ഏതൊരു ഇൻഡോർ പ്ലാന്റ് ആണെങ്കിലും ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിരുന്നാൽ മാത്രമേ അവർക്ക് കൂടുതൽ ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പോട്ടിലോട്ടൊന്ന് ഇറക്കി വയ്ക്കുവാണേ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മൾ വയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിറ്റ് ഔട്ടിലാണ് വയ്ക്കുന്നത്. ഇത് നമ്മുടെ ജനലിൻ്റെ സൈഡിലൊക്കെ ചെയ്യുന്നതാണ്. ജനലിൻ്റെ സൈഡിലൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് പ്ലാന്റിൻ്റെ ഗ്രോത്ത് എനിക്ക് തോന്നുന്നു അത്ര വളരെ ഹെൽത്തി ആവത്തില്ല. നമ്മൾ ഈ CC പ്ലാന്റ് എന്ന് പറയുന്നത് ഇൻഡോർ പ്ലാന്റുകളിൽ ഒരു പ്രധാനപ്പെട്ടൊരു വെറൈറ്റിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനൊരു കറക്റ്റ് ഒരു സൺലൈറ്റ് എന്ന് പറയുന്നത് ബ്രൈറ്റ് സൺലൈറ്റ് വേണം എന്ന് വിചാരിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് അല്ല, ബ്രൈറ്റ് സൺലൈറ്റ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ് സൺലൈറ്റാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്തിന് വളരെ ആവശ്യം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ റിപ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ മദർ പ്ലാന്റ് ആണ്. ഇതിനെ ഞാൻ ഇൻഡോറായിട്ടാണ് സെറ്റ് ചെയ്യുന്നതെങ്കിലും റൂമിൻ്റെ അകത്തൊന്നുമല്ല വയ്ക്കുന്നത്, സിറ്റൗട്ടിലാണ് വയ്ക്കുന്നത്. നമ്മൾ ഈ CC പ്ലാന്റിനെ എപ്പോഴും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ്, അതായത് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നൊരു സ്പേസിൽ വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ CC പ്ലാന്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു കേസ് എന്ന് വെച്ചാൽ, ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും കുറച്ച് മാത്രം കെയർ കൊടുക്കാവുന്നൊരു പ്ലാന്റാണ് CC പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് തന്നെയാണ്. പിന്നീട് നമ്മളിതിന് ചെയ്യേണ്ട ഒരു ഇതെന്ന് വെച്ചാൽ 2 ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമ്മൾ വെള്ളം കൊടുത്താൽ മതിയാവും. പോട്ടിംഗ് മിക്സ് ഒന്ന് നടുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം. പിന്നീട് 2 ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം കൊടുക്കണം. ഒരു മാസത്തിലൊരിക്കൽ NPK 19-19 ഒന്ന് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്ത് പ്ലാന്റിൻ്റെ ചുവട്ടിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ പ്ലാന്റിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ, ഈ ലീഫിലൊക്കെ ഉള്ള പൊടിയൊക്കെ പറ്റിയിരിക്കും. അതൊക്കെ നമുക്ക് പോവാനായിട്ട് വെള്ളം തൊട്ട് തുടച്ച ഒരു കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ട് വെള്ളം പിഴിഞ്ഞ് മുക്കിപ്പിഴിഞ്ഞ് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് തുടച്ചു കൊടുത്താൽ നമ്മളെ പ്ലാന്റ് വളരെ ഹെൽത്തി ആയിട്ടിരിക്കും. കണ്ട് എൻ്റെ പ്ലാന്റ് വളരെ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കും. അപ്പം നമ്മുടെ പ്ലാന്റ് ഇപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ലീഫ് വന്നു കഴിഞ്ഞാൽ അത് ഒരു വർഷമൊക്കെ എടുക്കും ആ ലീഫ് കേടായിട്ട് നാശമായി പോകാനായിട്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും പഴക്കമുള്ളൊരു ലീഫെന്ന് പറഞ്ഞാൽ ഈ ഒരു ലീഫാണ്. ഈ ഒരു ലീഫ് ഏകദേശം 1 വർഷത്തിന് മേലെ വന്നിട്ടുള്ളൊരു ലീഫാണ്. അത് ഇപ്പോഴാണ് ഒന്ന് കേടാവാനായിട്ട് ഒന്ന് വാടി തുടങ്ങിയിട്ടുള്ളത്. കുറച്ചാളൂടെ നിന്നിട്ട് പിന്നെ അതങ്ങ് പോവും.
ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ലീഫി പ്രൊപ്പഗേഷനൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വെള്ളത്തിൽ വെച്ച് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതൊക്കെയാണ്. പിന്നെ ഇത് ടോക്സിക് ആയിട്ടുള്ളൊരു പ്ലാന്റിന് ടോക്സിസിറ്റി എന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫിലാണ് ഒരു പോയിസൻ്റെ കണ്ടൻ്റ് ഉള്ളത്. നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും പെറ്റ്സൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ലീഫ് കുട്ടികളിപ്പം പൊട്ടിച്ചെടുത്തിട്ട് നമ്മുടെ കണ്ണിലോ കുഞ്ഞുങ്ങളുടെ കണ്ണിലോ നമ്മുടെ കുഞ്ഞുങ്ങൾ വായിലൊക്കെ വയ്ക്കുവാണെങ്കിൽ അത് പോയിസൺ കണ്ടൻ്റ് ഉള്ളതാണ്. അങ്ങനെയൊന്നും ചെയ്യാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സിറ്റൗട്ടിലൊക്കെ വയ്ക്കുന്ന കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പെട്ടെന്ന് അവരുടെ ശ്രദ്ധ കൈ വെച്ച് എത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പേസിൽ വയ്ക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ബ്രൈറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലീഫൊക്കെ വളരെ നല്ല ഒരുമാതിരി ഓയിലി ആയിട്ട് വാക്സി ആയിട്ടിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുമാതിരി ഡ്രൈ ആയിട്ടിരിക്കും. പിന്നെ ഒരുപാട് നല്ല രീതിയിൽ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ നമ്മളിപ്പോൾ ഇത് അകത്ത് കൊണ്ടുവച്ച് നമ്മളെ വിൻഡോ സൈഡിൽ വയ്ക്കുകയാണെങ്കിൽ പ്ലാന്റ് വളരും. പക്ഷേ എങ്കിൽ നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നല്ലൊരു കണ്ടീഷനിൽ ഇതേപോലൊരു കണ്ടീഷനിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്തോ വേണം, ബ്രൈറ്റ് ലൈറ്റിൽ തന്നെ വെക്കണം. അപ്പം ഞാൻ ഈ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് ഞാനിത് അകത്തുകൊണ്ട് വെക്കത്തില്ല. ഒരു മരത്തിൻ്റെ ഷെയ്ഡിൽ കൊണ്ട് വെച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരു 2 ആഴ്ചയോളം ഞാൻ അവിടെ തന്നെ ഈ പ്ലാന്റിനെ നിർത്തിയിരിക്കും. എന്നിട്ട് അതിനുശേഷം മാത്രമേ സിറ്റൗട്ടിലോട്ട് കൊണ്ട് വെക്കത്തുള്ളൂ. 2 ആഴ്ചയൊക്കെ നിന്ന് ഈ പ്ലാന്റ് ഒന്ന് അഡ്ജസ്റ്റബിൾ ആവട്ടെ, എൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് നേരെ ആയതിനു ശേഷം മാത്രമേ ഞാനിതിനെ റൂമിലോട്ട്, അതായത് സിറ്റൗട്ടിലോട്ട് വെക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസും കൂടെ കാണിക്കാമേ. ഇതിൻ്റെ മറ്റൊരു പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ അമ്മ ഇവളുടെ മോളാണിത്. ഇതിൽ നിന്ന് ഞാൻ കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വെട്ടി വെച്ചിട്ട് എടുത്തൊരു പ്ലാന്റാണിത്. ഇതിൻ്റെയൊക്കെ പോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ്ടില്ലേ, ഡ്രൈ ആയിട്ടുള്ളൊരു മീഡിയമാണ് ഈ CC പ്ലാന്റിന് എപ്പോഴും ഇഷ്ടം. ഈ വെള്ളം അധികം ഉണ്ടോ, ഇങ്ങനെ പോട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. വെള്ളം അധികം നിൽക്കുന്നത് ഇവർക്കിഷ്ടമല്ല. ഇത് ഗ്രീൻ വെറൈറ്റി തന്നെയാണ്. എൻ്റെ ആകെ 2 വെറൈറ്റി ഉള്ളൂ, ഗ്രീനും ബ്ലാക്കും. ഇതെൻ്റെ ബ്ലാക്ക് വെറൈറ്റിയാണ്. ഈ ബ്ലാക്ക് വെറൈറ്റി ഈ ലീഫ് കണ്ടോ, ഇതിന് മെച്യൂർ ആയിട്ടുള്ള ലീഫാണ്. അത് ബ്ലാക്ക് കളറിൽ തന്നെ ആയിരിക്കും. പക്ഷേ പുതിയ ലീഫ് വരുമ്പോഴത്തേക്ക് അത് ഗ്രീൻ ആയിരിക്കും. അത് വലുതായതിന് ശേഷം, അതൊന്ന് മെച്യൂർ ആയതിന് ശേഷം മാത്രമേ നല്ല ബ്ലാക്ക് കളറിലോട്ട് പോകത്തുള്ളൂ. കണ്ടോ, ഇത് മറ്റൊരു ബ്ലാക്ക് പ്ലാന്റാണ്, ബ്ലാക്ക് CCയുടെ പ്ലാന്റാണ്. ഇതൊക്കെ ഓരോ ലീഫ് മാത്രം, ഒരു ലീഫിൻ്റെ അത്രയുള്ള പ്ലാന്റായിരുന്നു. ഏകദേശമൊക്കെ 1 വർഷം പ്രായമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഒരു ലീഫ് മാത്രമായിരുന്നു. അത് ഞാനൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തൊക്കെ എടുത്ത് ഈ ഒരു കണ്ടീഷനിലാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നോക്കിയേ, ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ മേടിക്കുന്നത് നഴ്സറിയിൽ നിന്ന്. ഇതിപ്പം ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു പ്ലാന്റാണ്. ഓക്കെ, ഇത് കണ്ടോ, ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ ബ്ലാക്കിൻ്റെ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ മേടിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ 2 പോട്ടിലോട്ട് ചേഞ്ച് ചെയ്ത് റിപ്പോർട്ട് ചെയ്തൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് എൻ്റെ കയ്യിലുള്ള മറ്റൊരു ഗ്രീൻ പ്ലാന്റാണ്, CCയുടെ വെറൈറ്റിയാണ്. പിന്നീടുള്ളൊരു വെറൈറ്റി എന്ന് വെച്ചാൽ ഞാൻ നഴ്സറി കണ്ടിട്ടുണ്ട്, CC പ്ലാന്റിൻ്റെ തന്നെ ഡാർഫായിട്ടുള്ള ഒരു വെറൈറ്റി കണ്ടിട്ടുണ്ട്. അത് എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലാകെ 2 വെറൈറ്റീസേ ഉള്ളൂ. അത് ഞാൻ ഒരിക്കൽ ചോദിച്ചപ്പോഴത്തേക്ക് അതിനെ മേടിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ക്യാഷൊന്നും ഇല്ലായിരുന്നു. ഇനി കിട്ടുവാണെങ്കിൽ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റാണ് CC പ്ലാന്റ്. കാരണമെന്ന് വെച്ചാൽ ഇതിന് കെയറൊക്കെ വളരെ കുറവാണ്. പിന്നെ ഈസി ടു മെയിൻറ്റെയിൻ, ഈസി ടു പ്രൊപ്പഗേറ്റ്, അതൊക്കെയാണ് എനിക്കിതിനെ ഇഷ്ടം. പിന്നീട് നമുക്കിപ്പോൾ കുറച്ച് ദിവസം വെള്ളം കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇതിന് മുന്നേയൊക്കെ ആണെങ്കിൽ എൻ്റെ ഇളയ ബേബിക്ക് ഇടയ്ക്കിടയ്ക്ക് 6 മാസം കൂടുമ്പം പുള്ളിക്കാരൻ 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടക്കും, ഓരോ ഹെൽത്ത് ഇഷ്യൂസും അസുഖങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞാനങ്ങനെ പോകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലായിരിക്കും, ഫുള്ള് ഹോസ്പിറ്റലിലായിരിക്കും. അപ്പോൾ എൻ്റെ ബാക്കി പ്ലാന്റ്സൊക്കെ, ഇൻഡോർ പ്ലാന്റ്സ്, ഇപ്പോൾ ആന്തൂറിയം ആയാലും ഓർക്കിഡ്സ് ആണെങ്കിലും ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും ഇവർക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതാവത്തുണ്ട്, കേടായി പോകുന്നൊരു അസുഖമുള്ള പ്ലാന്റ്സ് അല്ലേ. ഇവരെല്ലാം നാശമായി പോയാൽ ശരി തന്നെ. CC പ്ലാന്റ് നമ്മൾ പോകുമ്പോൾ എങ്ങനെയായിരിക്കും അതേ കണക്കായിരിക്കും. ചിലപ്പം ചെറിയൊരു ക്ഷീണം ഉണ്ടാവും, എന്നാൽ അത് പൂർണ്ണമായിട്ടും ഡാമേജായി പോകത്തില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി ഈ CC പ്ലാന്റിനെ, എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള.
അവ മറക്കണ്ട ഫ്രണ്ട്സ്, ഈ CC പ്ലാന്റിന് ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യാതിരിക്കണം. എന്താണത്? ഓവർ വാട്ടറിങ് എന്ന് വെച്ചാൽ 2 ആഴ്ചയിലൊരിക്കൽ മാത്രം വാട്ടർ കൊടുത്താൽ മതിയാവും. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് തൈകൾ വരുന്നതിന്, ഒരുപാട് ലീവ്സ് ഇങ്ങനെ വരുന്നതിന്, പുതിയ ലീവ്സ് പെട്ടെന്ന് വരുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് കുറച്ച് കടലപ്പിണ്ണാക്ക് പൊടിച്ച് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. സാധാരണ ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ ചെയ്യുന്ന എന്തുവാണ്, നമ്മൾ മണൽ, എല്ലുപൊടി, ചിലർ എല്ലുപൊടി ഇടും, ഞാൻ ഇടത്തില്ല. ഇൻഡോർ പ്ലാന്റ്സിന് ഞാൻ എല്ലുപൊടി ഇടത്തില്ല. മണൽ, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് ഡോളോമൈറ്റ് ചേർക്കും, കുറച്ച് ചാണകപ്പൊടി, പിന്നെ നമ്മുടെ ഗാർഡൻ സോയിൽ, ഇതാണ് സാധാരണ. പിന്നെ മണ്ണിര കമ്പോസ്റ്റ് കുറച്ചിടും ഞാൻ. വേറെ കരിയില കമ്പോസ്റ്റ് ഒന്നും ഇൻഡോർ പ്ലാന്റ്സിന് അങ്ങനെ ഇടത്തില്ല. പക്ഷേ എങ്കിൽ ഇപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണൽ, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് ഡോളോമൈറ്റ്, പിന്നീട് കടലപ്പിണ്ണാക്ക്, പിന്നെ വെർമി കമ്പോസ്റ്റ്, ഈ ഒരു മീഡിയത്തിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് എത്രയും പെട്ടെന്ന് വളരെ ഹെൽത്തി ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട് വളർന്നു വരാനായിട്ട് ഈ ഒരു മീഡിയം വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ CC പ്ലാന്റ് ഉള്ളവരാണെങ്കിൽ ഈ ഒരു പോട്ടി മിക്സ് എല്ലാം കൊടുക്കുന്നത് എങ്കിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എന്നെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. പിന്നെ ഉണ്ടെങ്കിൽ, അല്ല നിങ്ങളിങ്ങനെ ചെയ്യുന്നവരാണ്, ഈ കടലപ്പിണ്ണാക്കിൻ്റെ ഒരു മീഡിയവും കൂടെ പോട്ടി മിക്സിൽ ആഡ് ചെയ്യുമെന്നുണ്ടെങ്കിൽ അതും എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നീട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്താൽ മാത്രം പോരാ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇടുന്നതിലും നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. ഞാനത് ഇനി ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അടുത്ത ദിവസം വീണ്ടും വരുന്നതാണ്. അതുവരെയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഹാവ് എ നൈസ് ഡേ ടു ആൾ. ഗുഡ് ബൈ.